എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മള്ളിയൂരിലെ ശ്രീമദ് ഭാഗവത സത്രവേദിയിൽ ഇന്ന് പ്രഭാഷണത്തിനായി എനിക്ക് തന്നിരിക്കുന്ന വിഷയം രാസക്രീഡ എന്നുള്ളതാണ്. ആചാര്യന്മാർ പൊതുവെ പറയാറുണ്ട്, രാസക്രീഡ എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ശരിക്കു പറഞ്ഞാൽ ഈ രാസക്രീഡയുടെ ആ ഒരു സ്വരൂപവും ദിവ്യതയുമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രമേ രാസക്രീഡയിലേക്ക് കടക്കാവൂ. അതല്ലെങ്കിൽ ഇത് വെറും കുറേ ഗോപികമാരുടെ ചിലപ്പോൾ ഒരു കാമകേളിയായി ഒക്കെ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്. അതിന് കാരണം ഈ രാസക്രീഡ എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ ആ ഒരു പരമാത്മ ജീവാത്മ ഐക്യം അല്ലെങ്കിൽ ജീവാത്മ പരമാത്മ ഐക്യം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളുണ്ട്. ഇത് നാലും ഭേദിച്ചിട്ടുള്ള തുരീയമായിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ ശരിക്കു പറഞ്ഞാൽ ഈ രാസക്രീഡ മനസ്സിലാവുകയുള്ളൂ. എന്നിട്ടും എന്നെപ്പോലെ ഉള്ളവർ വ്യാഖ്യാനിക്കാനായിട്ട് ഒരുമ്പെടുകയാണ്. വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പറയാതിരിക്കാൻ വേറെ വഴിയൊന്നുമില്ല. മാത്രമല്ല, ആ നിർഗുണമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സമാധി അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിൽ മാത്രമാണ് രാസക്രീഡ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിന് ആചാര്യന്മാർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമുക്കറിയാം, രാസക്രീഡയ്ക്ക് ധാരാളം പ്രശസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, പ്രശസ്തമല്ലാത്ത വ്യാഖ്യാനങ്ങളുമുണ്ട്. ഒരിക്കൽ കാശിയിലെ പണ്ഡിതന്മാരെല്ലാവരും കൂടി ചേർന്ന് ഈ രാസക്രീഡയുടെ അർത്ഥമൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. കുറേ കാലം പണിപ്പെട്ടു, പക്ഷേ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? കാരണം ഇതെന്താണ്, നിർവികൽപ്പ സമാധിയോട് ചേർന്ന് അല്ലെങ്കിൽ നിർവികൽപ്പ സമാധി അവസ്ഥയിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു കത്തെഴുതി കാശി വിശ്വനാഥൻ്റെ പാദത്തിൽ സമർപ്പിച്ചു. അതായത് രാസക്രീഡ ശരിക്കും മനസ്സിലാക്കിയത് ആര് എന്നായിരുന്നു ആ കത്തിലെ ചോദ്യം. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ആ കത്തെടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു മറുപടി ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ പറയുന്നു, ഇത് ശരിക്കും അറിയാവുന്നത് എനിക്കാണ്, പിന്നെ അറിയാവുന്നത് ശ്രീശുകനാണ്, കുറച്ചൊക്കെ വ്യാസനും അറിയാം എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വ്യാസഭഗവാന് പോലും ഈ ഭാഗവതത്തിൽ രാസക്രീഡ എഴുതി ചേർത്ത വ്യാസഭഗവാന് പോലും ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിഷയം നമ്മൾ എന്തിനാണ് വ്യാഖ്യാനിക്കാൻ പുറപ്പെടുന്നത്? വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ട് എന്നറിഞ്ഞാൽ അതിനായിട്ട് ശ്രമിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാവുമല്ലോ, അതിലേക്കൊരു പ്രയാണം ചെയ്യാനുള്ള മനസ്സുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സ്മരിക്കുന്നത്, ഞാനും നിങ്ങളും. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ ഒരു നിർവികൽപ്പ സമാധിയിലോ തുരീയ അവസ്ഥയിലോ എത്താത്ത സാധാരണക്കാരായിട്ടുള്ളവർ പലപ്പോഴും ഈ ഒരു രാസക്രീഡയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സ്വന്തം മനസ്സിൻ്റെ സ്വന്തം പ്രവൃത്തിയുടെ പ്രതിഫലനം. സ്വന്തം മനസ്സിലെ വിഷയാസക്തി എങ്ങനെയാണോ അതിനനുസരിച്ചല്ലേ നമ്മൾ പറയില്ലേ, കണ്ണ് മഞ്ഞളിച്ചിരുന്നാൽ കാണുന്നവരെല്ലാം മഞ്ഞ ആയിട്ട് തോന്നും. അപ്പം അതുപോലെ തന്നെ ഇവിടെ സ്വന്തം മനസ്സിലെ വിഷയാസക്തിയെല്ലാം ഭഗവാനിലേക്ക് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ചിത്തശുദ്ധി വന്നവർക്ക് മാത്രമേ ഈ രാസക്രീഡ മനസ്സിലാവുകയുള്ളൂ. ഇനി ഇത് നമ്മൾ രാസക്രീഡ കാമകേളിയാണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് ആരോട് പറഞ്ഞു, ആര് കേട്ടു എന്നുള്ളത് ചിന്തിക്കണം. നമുക്കറിയാം, പരമജ്ഞാനിയായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ പോലും ആ ഇന്ദ്രിയങ്ങളുടെ ആസക്തിയൊന്നുമില്ലാത്ത ഇന്ദ്രിയങ്ങളെ കീഴടക്കിയ പരമജ്ഞാനിയായിട്ടുള്ള ശ്രീശുകനാണ് ഇത് പറയുന്നത്, അല്ലേ? അദ്ദേഹം ഒരു നേരം പോക്കിന് ശൃംഗാരരസപ്രദമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമോ? നമുക്കറിയാം, പണ്ട് ശ്രീശുകൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നദിയിൽ സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരുന്നതും അവർ നഗ്നകളായിരുന്നിട്ട് പോലും വസ്ത്രമെടുത്ത് ധരിക്കാത്തതും. എന്നാൽ പിന്നീട് വന്ന വ്യാസഭഗവാനെ കണ്ടപ്പോഴേക്കും, അതായത് വ്യാസഭഗവാന്റെ പുത്രനാണ് ശ്രീശുകൻ,
എന്നിട്ട് പോലും വ്യാസഭഗവാൻ വന്നപ്പോഴേക്കും അവരെ വസ്ത്രം എടുത്തുടുത്തു. ഇത് കണ്ടപ്പോൾ വ്യാസഭഗവാൻ അതിശയായി. അപ്പോൾ പറഞ്ഞു, അങ്ങേക്കിപ്പോഴും ഭേദബുദ്ധിയുണ്ട്, ശ്രീശുകന് ആ ഭേദബുദ്ധിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഈ രാസക്രീഡ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയില്ല. ഇനി രണ്ടാമത്തേത് ആരോടാണ് പറയുന്നത് മരണം ആസന്നനായിട്ടുള്ള, അതായത് മരിക്കാറായിട്ടുള്ള ഒരാൾ എന്തെല്ലാം ധർമ്മങ്ങൾ ചെയ്യണം എന്ന് ചോദിച്ച പരീക്ഷിത്തിനോട് കാമകേളികളോ ശൃംഗാരരസപ്രദമായിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ശൃംഗാരം മോശമാണെന്നല്ല, അങ്ങനെയുള്ള കാര്യങ്ങളോ പറഞ്ഞ് സമയം പോക്കും പറ്റില്ല അല്ലേ. ചോദിച്ചത് പരീക്ഷിത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഈ രാസക്രീഡയുടെ പ്രാധാന്യം മനസ്സിലാക്കി വേണം നമ്മളിത് കേൾക്കാൻ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 29 അധ്യായം തൊട്ടുള്ള 5 അധ്യായത്തിനെയാണ് ആചാര്യന്മാർ രാസപഞ്ചാധ്യായി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാസം എന്ന് പറഞ്ഞാൽ എന്താണ്? രസം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് തന്നെയാണ് പറയുക. നമ്മൾ തൈത്തിരീയ ഉപനിഷത്തിൽ 2-ാം അധ്യായത്തിൽ ബ്രഹ്മാനന്ദവല്ലി അതിൽ 7-ാമത്തെ അനുവാകത്തിൽ പറയുന്നുണ്ട്, രസോവൈ സഹ. ആ രസം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ തന്നെയാണ് അല്ലേ. അപ്പോൾ രാസം എന്ന് പറഞ്ഞാലോ ഭഗവാനെ സംബന്ധിക്കുന്നത്. അപ്പോൾ രാസലീല എന്ന് പറഞ്ഞാൽ, ലീല എന്ന് പറഞ്ഞാൽ കളികൾ, കേളികൾ, ഇതൊക്കെയാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഭഗവാന്റെ പ്രത്യേകത എന്താണ്? അനായാസോ. ഭഗവാന് ഈ കേളികൾ എന്താണ്? ഭഗവാന്റെ കേളികൾ, ഭഗവാന്റെ ലീലകൾ, ബാലലീല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഭഗവാന്റെ കേളികൾ എന്ന് പറഞ്ഞാൽ ക്ലേശമില്ലാതെ, ആയാസമില്ലാതെ, അനായാസേന ചെയ്യുന്ന കാര്യങ്ങൾ. ഇതാണ് ഭഗവാന്റെ ലീല. അപ്പം അതാണ് രാസലീല എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. ശ്രീ ശങ്കരാചാര്യർ ഈ തൈത്തിരീയ ഉപനിഷത്തിലെ രസോവൈ സഹ എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുക്കുമ്പോൾ പറയും, ഈ രസമൊക്കെ ചെറിയ തോതിൽ നമ്മളുമൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല ഒരു കച്ചേരി കേൾക്കുകയാണ്. ചില സമയം നമ്മൾ ഒരു പരിധിവരെ നമ്മളെ തന്നെയൊക്കെ മറന്നിരുന്ന് കേൾക്കും അല്ലേ. ഒരു ആനന്ദമൊക്കെ അനുഭവിക്കും. അതായത് ആ ഒരു പരമാനന്ദം, ബ്രഹ്മാനത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഇത് എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ രസം സമുദ്രത്തിലെ ഒരു തുള്ളി പോലെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും ആണെങ്കിൽ ശരിക്കുള്ള ആ ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ അതിലേക്കുള്ള ഒരു പാത നമുക്ക് തെളിച്ചു തരുന്നതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും എന്താണ്, കുറേ കഴിയുമ്പോൾ രസത്തിന് പകരം വിരസമാവും. നമുക്ക് എന്ത് ചെയ്താലും ആവർത്തിച്ച് ചെയ്യുമ്പോൾ ബോറടിക്കും അല്ലേ, കുറേ കഴിയുമ്പോൾ. ഇപ്പോൾ രസത്തിന് പകരം വിരസമായിട്ട് മാറും. ഭഗവാൻ ചെയ്യുന്നത് മാത്രമേ എന്നും രസമായിട്ടുള്ളൂ. അത് ജ്യൂസായിട്ടാണ്. ഇനി അതിൽ നിന്നൊന്നും മാറ്റാനില്ല. അതങ്ങ് നേരെ കുടിച്ചാൽ മതി. ഇങ്ങനെയാണ് ആ ഭാഗവതത്തിലെ ആ രാസപഞ്ചാധ്യായി എന്നുള്ള ഭാഗം എന്ന് പറയുകയാണ്. ഇനി നാരായണീയത്തിലേക്ക് വന്നാലോ, 65-ാമത്തെ ദശകം തൊട്ടുള്ള 5 അധ്യായം. ചുരുക്കാൻ ഇത്രയും എടുക്കാനായിട്ടുള്ള ഒരാളില്ല മേൽപ്പത്തൂരിനെ പോലെ അല്ലേ, സംഗ്രഹിക്കാൻ. പക്ഷേ ഈ ഭാഗം വന്നു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? 9 അധ്യായമുണ്ട് പൃഥുചരിതം, അത് ഒരു ദശകത്തിൽ ചുരുക്കി. 5 അധ്യായമുണ്ട് ധ്രുവചരിതം, അത് ഒരു ദശകത്തിൽ ചുരുക്കി. എത്രയോ അധ്യായമാണല്ലേ നരസിംഹ അവതാരം. 12 15 ഓർക്കണില്ല, 15 അല്ലേ. അത്രയുള്ള അധ്യായം 2 ദശകത്തിൽ ചുരുക്കി. പക്ഷേ ഇത് വന്നപ്പോഴോ, ആ രാസലീല വന്നപ്പോൾ ഭാഗവതത്തിലെ 5 അധ്യായം തന്നെ നാരായണീയത്തിലും കൊടുത്തു. ചുരുക്കാൻ പറ്റില്ല, രസമല്ലേ, ജ്യൂസല്ലേ. ഇനി അതിൽ നിന്നൊന്നും വെട്ടിമാറ്റാനില്ല. വെട്ടിമാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ രസം പോവും. അപ്പോൾ ഇവിടെയും 5 അധ്യായം തന്നെയാണ്. ഇവിടെ നാരായണീയത്തിൽ മേൽപ്പത്തൂർ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗോപീജനായ കഥിതം നിയമാവസാനേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗോപീജനായ കഥിതം നിയമാവസാനേ. നിയമം എന്ന് പറഞ്ഞാൽ വ്രതം, കാത്യായനി വ്രതം അനുഷ്ഠിച്ചില്ലേ ഗോപികമാർ. അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ഇവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ഗോപീജനായ കഥിതം, അവർക്കൊരു വാക്ക് കൊടുത്തു. എന്താണ്? അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. ആ സാധിച്ചു കൊടുക്കുന്നുള്ള ആഗ്രഹം എന്താണ്? ജീവാത്മ പരമാത്മ ഐക്യം, ആ പരമമായിട്ടുള്ള ഭാവത്തിലേക്ക് അവരെ എത്തിക്കും.
പക്ഷേ കുറച്ച് കാലം കൂടെ ഒന്ന് കാത്തിരിക്കുക, ശരത്കാലം വരട്ടെ, അത്രയും കാലം ഉപാസന ചെയ്തുകൊണ്ടിരുന്നു കൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കായിട്ട് ഗോപികമാർ കാത്തിരിക്കുകയാണ്. അങ്ങനെ ശരത്കാലം എത്തി. ആ ശരത്കാലത്തിലെ ഒരു പൗർണമി ദിവസം, ഈ പൗർണമി ദിവസം എന്തിനാണ് രാസക്രീഡയ്ക്കായിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, പൗർണമിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. പുരുഷ സൂക്തത്തിൽ പറയുന്നു, ചന്ദ്രമ മനസ്സോ ജാതഃ, അതായത് ചന്ദ്രനിൽ നിന്നും മനസ്സ് ജനിക്കുന്നു. നമ്മുടെ മനസ്സൊക്കെ എവിടെ നിന്നാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? ചന്ദ്രനിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകളോ മകനോ ആണെങ്കിൽ എന്താണെങ്കിലും അവരുടെ കുറേയൊക്കെ സ്വഭാവവും ശബ്ദവും ഒക്കെ നമുക്ക് ഏകദേശം അവരുടെ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സ്വഭാവങ്ങളെല്ലാം നമുക്കുണ്ട്. ചന്ദ്രൻ്റെ സ്വഭാവം എന്താ? വൃദ്ധി, ക്ഷയം. ഇത് ആ 16 കലകളുണ്ട്. അതിങ്ങനെ വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും, ക്ഷയം പ്രാപിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിനും ഈ ഭാവമുണ്ട്. 15 ദിവസം മനസ്സിന് നല്ല വൃദ്ധിയാണ്, 15 ദിവസം ക്ഷയമാണ്. അപ്പോൾ എന്താണ്? ശരീരവും മനസ്സും ഒക്കെ ക്ഷീണിച്ചിരിക്കും. മനസ്സ് ക്ഷീണിച്ചാലേ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങും, അല്ലേ? മനസ്സ് വളരെയധികം വിഷമമൊക്കെ ആയിരിക്കുമ്പോൾ പലരും മെലിഞ്ഞൊക്കെ പോകാറുണ്ട്. പക്ഷെ ചിലർ മനസ്സ് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ കൂടുതൽ ആഹാരം കഴിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്കിലും പൊതുവെ എങ്ങനെയാണ്? മനസ്സ് വിഷമിച്ചിരുന്നാൽ നമ്മളുടെ ശരീരം ശോഷിക്കും. അപ്പോൾ ഈ പൗർണമി രാത്രിയിൽ ചെയ്യുന്ന വ്രതത്തിൻ്റെ പ്രത്യേകത എന്താണ്? പൗർണമി രാത്രിയിൽ നമ്മളുടെ മനസ്സ് വളരെയധികം ഉത്തേജിക്കപ്പെട്ട് ശക്തി ആർജിച്ച് 16 കലകൾ, മനസ്സിനും 16 കലകളുണ്ട്. ഈ 16 കലകളും പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് സാഫല്യത്തിലെത്തും. ഇപ്പം നേരെ മറിച്ച് ശിവരാത്രി നമ്മൾ അമാവാസിയുടെ തലേ ദിവസമാണ് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് അന്ന് വ്രതം ആചരിക്കുന്നത്? അന്ന് ഏകാദശി, മനസ്സ് വളരെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണല്ലേ. എല്ലാ കലകളെല്ലാം നഷ്ടപ്പെട്ട അമാവാസിയുടെ തലേ ദിവസമാണ്. ആ സമയത്ത് തമോ ഗുണപ്രധാനികളായിട്ടുള്ള ഏകാദശ രുദ്രന്മാർ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും? അന്ന് മനസ്സിനെ വേറൊന്നിലേക്കും വ്യാപരിപ്പിക്കാതെ ഉറക്കളച്ച് ഈശ്വര ഭജനം ചെയ്യണം. അപ്പോൾ മനസ്സ് ശക്തി പ്രാപിക്കും. ഇപ്പോൾ വെറുതെ ഒരു ഭംഗിക്കായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അരുണാചലത്തിൽ പോയാൽ ഗിരിപ്രദക്ഷിണം പൗർണമിയുടെ അന്ന് ചെയ്യുന്നത് വളരെ വിശേഷമാണ് പറയും. അപ്പം അങ്ങനെ ഒരു പൗർണമി ദിവസം ഭഗവാൻ ഈ ലീല ആടുന്നതിനായിട്ട് തിരഞ്ഞെടുത്തു. ഭഗവാൻ എന്ത് ചെയ്തു? ആ കാളന്തി തീരത്ത് തൻ്റെ ആ ബ്രഹ്മനാദം വേണുവിലൂടെ അങ്ങ് ഒഴുക്കി. അത് വായുവിലൂടെ ഒഴുകി വന്ന് ഗോപികമാരുടെ കർണപുടങ്ങളിൽ തട്ടി. ആ കർണപുടങ്ങളിൽ നിന്നും മനസ്സിലേക്കും, മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കും, ബുദ്ധിയിൽ നിന്ന് ആത്മാവിലേക്കും എത്തിച്ചേർന്നു. അതോടുകൂടി അവരെന്ത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനെയെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് ഭഗവാന്റെ അടുക്കലേക്ക് ഓടാൻ തുടങ്ങി. ഓരോരുത്തരും ഓരോ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടിയെ എടുത്തിരുന്ന ആളുടെ കയ്യിൽ നിന്ന് കുട്ടി വരെ താഴെ പോയി. അതുപോലെ ഒരാൾ വസ്ത്രം പകുതിയെ ഉടുത്തിരുന്നുള്ളൂ, ചിലരാണെങ്കിൽ പാത്രം കഴുകിയായിരുന്നു. ഇങ്ങനെ നിരവധി ജോലികളിലാണ് അവർ ഏർപ്പെട്ടിരുന്നത്. പക്ഷേ അതെല്ലാം നിർത്തി അവരെവിടെ? ഭഗവാനിലേക്ക് ഓടാൻ തുടങ്ങി. ഇവരുടെ ഈ ഓട്ടം കണ്ടപ്പോൾ വീട്ടിലുള്ളവരെല്ലാം ഇവരെ തടസ്സപ്പെടുത്താൻ നോക്കി. ചിലരൊക്കെ ഇവരെ പിടിച്ചു വെച്ച് വീട്ടിനുള്ളിൽ പൂട്ടിയിടാനൊക്കെ നോക്കി. പലതരത്തിൽ ബലാത്കാരേണ പിടിച്ചു നിർത്താൻ നോക്കി. അപ്പം എന്ത് പറ്റി? ഇവരുടെ ശരീരം മാത്രം അവിടെ അവശേഷിച്ചു. അവർ ധ്യാന രൂപത്തിൽ അവരുടെ ആത്മാവ് ഭഗവാങ്കലേക്ക് ഓടി. ആ ഭഗവാങ്കലേക്ക് ഓടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ശരിക്കു പറഞ്ഞാൽ ആ ഭഗവാനിലേക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ എവിടുന്ന് വിളി വരണം? ഭഗവാന്റെ ആ ബ്രഹ്മനാഥം ഉണ്ടായില്ലേ, ഭഗവാന്റെ പ്രേരണ തന്നെ ഉണ്ടാകണം. ഭഗവാന്റെ പ്രേരണ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സവും നമ്മളെ ബാധിക്കില്ല. കർമ്മം എല്ലാം കൊഴിഞ്ഞു പോവും. ഇവിടെ അങ്ങനെയല്ല, ഇവരെന്ത് കർമ്മം ചെയ്തോ അതെല്ലാം നിർത്തിവെച്ചിട്ടാണ് പോയത്. പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മളെ ഉപേക്ഷിച്ചു പോവും. ഇനി ഭഗവത് പ്രേരണ ഇല്ലെങ്കിലോ എത്രയെല്ലാം തടസ്സങ്ങൾ മാറിയാലും ഭഗവാനിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പം ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്? ഇവരുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നു, ഇവരുടെ ആ ധ്യാനാവസ്ഥയിൽ ആ ജീവൻ ഭഗവാനിലേക്ക് ഓടി. അതുകൊണ്ടാണ് ഗോപന്മാർക്ക് ഈ രാസക്രീഡ നടക്കുന്ന സമയത്തെല്ലാം തൻ്റെ ഭാര്യമാർ വീട്ടിലുണ്ടായിരുന്നതായിട്ടാണ് കണ്ടത്. ശരീരം മാത്രമുണ്ട്. അതുകൊണ്ട് അവർക്ക് ആർക്കും ഭഗവാനോട് ദേഷ്യമില്ലായിരുന്നു, അല്ലേ?
ഒരു പരാതിയും പറഞ്ഞില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആന്തരിക അർത്ഥം ആചാര്യന്മാർ പറഞ്ഞു തരാറുണ്ട്. എപ്പോഴും പുരാണവും ഇതിഹാസങ്ങളും, ഭാഗവതം ഒരു പുരാണമാണ്. അപ്പോൾ ഭാഗവതം അല്ലെങ്കിൽ ഏത് പുരാണമോ ഇതിഹാസമോ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കാവൂ. അപ്പോൾ ഇതിനൊക്കെ വളരെ ആന്തരികമായിട്ടുള്ള തത്വമുണ്ട്. ഭഗവാനിലേക്ക് ജീവൻ ഓടി എന്ന് പറയുമ്പോൾ ഭഗവാനോടുള്ള ബന്ധം ശാരീരികമായിട്ടല്ല ഉണ്ടാവേണ്ടത്, മാനസികമായിട്ടാണ്. ഇവരുടെ ശരീരം എവിടെയാണ്? ഇവിടെയാണ് കിടക്കുന്നത്. മനസ്സാണ് അങ്ങോട്ട് ഓടിയത്. അതുകൊണ്ട് ആ ഭഗവാന്റെ പ്രേരണ വന്നു കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും കർമ്മങ്ങളും എല്ലാം വിട്ടൊഴിയും. അത് ഭഗവാൻ തന്നെ നമ്മളെ വിളിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ കാളന്തി തീരത്ത് ഭഗവാന്റെ അടുക്കലേക്ക് ഇവരെല്ലാം ഓടിയെത്തി. അവർക്കൊക്കെ ആ ഭഗവാനെ കണ്ടപ്പോഴുണ്ടായ സന്തോഷം വർണ്ണിക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ അപ്പോൾ അടുത്തൊരു ലീലയാടാൻ തീരുമാനിച്ചു. ഭഗവാൻ വിചാരിച്ചു ഇവരെ ഒന്ന് പരീക്ഷിക്കണം. കാരണം ഭഗവാന്റെ അടുക്കൽ എത്തണമെങ്കിൽ എത്രമാത്രം പരിശുദ്ധി വേണം അല്ലേ? അത്രമാത്രം ചിത്തശുദ്ധി ഉണ്ടെങ്കിലേ എത്താൻ പറ്റൂ. അപ്പം ഭഗവാൻ വിചാരിച്ചു ഒരു ആധ്യാത്മിക പാതയിലേക്ക് കടക്കുന്ന ഒരാൾക്ക് ആദ്യവും അവസാന കാലത്തും നിലനിർത്തേണ്ടതായിട്ടുള്ള ഒന്നാണ് ധർമ്മം അല്ലേ? ആ ധർമ്മം പോലും ഭഗവാന്റെ അടുക്കൽ എത്തുമ്പോൾ ഇല്ലാതെയാവണം. ധർമ്മവും ഇല്ല അധർമ്മവും ഇല്ല, യാതൊരു ഭേദഭാവവും ഇല്ലാത്ത തലത്തിലെത്തണം. പക്ഷേ ഇവർ ഗോപികമാരെ ധർമ്മിഷ്ഠകളാണ്. അപ്പോൾ ഇവർ ആ ധർമ്മം ഉപേക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ധർമ്മം അധർമ്മം തമ്മിലുള്ള ഭേദഭാവം ഇവരിലുണ്ടോ എന്നൊക്കെ ഒന്ന് പരീക്ഷിച്ചറിയണമെന്ന് ഭഗവാൻ വിചാരിച്ചു. ഇത് ഭഗവാനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭഗവാന്റെ അടുക്കലേക്ക് എത്തണമെങ്കിൽ ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണം. ഭേദഭാവമുള്ളവർക്ക് ഈ പരീക്ഷണത്തിലൂടെ കടന്നു പോകണം. ഇനി ബുദ്ധി ഇല്ലാത്തവർക്കോ ഭഗവാൻ എന്ത് പരീക്ഷണം നടത്തിയാൽ എന്താ? അവർക്ക് ഭേദബുദ്ധി ഇല്ല, അതുകൊണ്ട് അവർക്കതൊരു വിഷയവുമില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാലും നിങ്ങളിങ്ങനെ ഈ രാത്രി സമയത്ത് വീട് വിട്ട് വന്നത് ശരിയാണോ? നിങ്ങളൊക്കെ സ്ത്രീകളല്ലേ, നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ അവിടെ നിങ്ങളെ നോക്കിയിരിക്കും, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളില്ലേ, മാതാപിതാക്കളില്ലേ, അവരെയൊക്കെ ശുശ്രൂഷിക്കേണ്ടതല്ലേ നിങ്ങളുടെ പരമമായിട്ടുള്ള ധർമ്മം. മാത്രമല്ല എന്നോടുള്ള പ്രേമം കൊണ്ടാണ്, എന്നെ കാണാനാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ ഈ പ്രത്യക്ഷ ദർശനത്തിനേക്കാൾ പരോക്ഷമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ഒരു ദർശനമാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുകയാണ്. ഇനി അതല്ല, എന്നെ കാണാനല്ല, ഈ ശരത്കാല ചന്ദ്രനെയൊക്കെ കാണാനാണ് വന്നതെങ്കിലോ, കണ്ടില്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ ഇനി തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോളൂ എന്നൊക്കെയാണ് ഭഗവാൻ ഇവരോട് പറയുന്നത്. ഉടനെ ഇവർ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഭഗവാൻ ഞങ്ങളെ വിട്ടിട്ട് പോകാമല്ലോ ഭാവമാണോ, വളരെ വലിയ സ്വീകരണമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഭഗവാനിൽ നിന്നുള്ള തിരസ്കരണമാണ് കാണുന്നത്. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, പതിയിലും പുത്രന്മാരുടെ എല്ലാം അങ്ങയുടെ ഒരു അംശമാണുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെയൊക്കെ പൂജിക്കുന്നത്. പക്ഷെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഭഗവാനെ തന്നെ ഇവിടെ കിട്ടുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ എന്ത് വേണം? നിത്യമായിട്ടുള്ള വസ്തു, അതിനെ പൂർണ്ണമായിട്ട് ഞങ്ങളതിനെ ആശ്രയിക്കുന്നു. അപ്പോൾ അതിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലേക്കും ഞങ്ങളുടെ മനസ്സോടില്ല. അതുകൊണ്ട് അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് പറയുകയാണ്. ആ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഭേദഭാവം അവരിൽ ഇല്ലാതെയായി. സൂക്ഷ്മമായിട്ടാണല്ലോ ഈ ചിന്തകൾ വരുന്നത്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പക്ഷെ ഇത് തന്നെ അർജുനൻ്റെയും യുധിഷ്ഠിരൻ്റെയും കാര്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഭഗവാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ധർമ്മമാണോ അധർമ്മമാണോ, ഭഗവാൻ ചെയ്യുന്ന എന്താണ്, വല്ലതും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ എവിടെ നിൽക്കുന്നോ അവിടെ കൂടെ നിന്നാൽ മതി. ഭഗവാൻ എന്ത് ചെയ്യുന്നു അതാണ് ധർമ്മം, അത്രയും ചിന്തിച്ചാൽ മതി. ഭഗവാൻ ചെയ്യുന്നതിനെ എന്തിനാണ് നമ്മൾ അനാലിസിസിന് വിധേയമാക്കുന്നത്? ഇത് തന്നെ യുധിഷ്ഠിരനും അർജുനനും തമ്മിലുള്ള വ്യത്യാസം. അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ നന്നായിട്ട് അറിയായിരുന്നു കൃഷ്ണൻ്റെ കൂടെ നിൽക്കുന്നതാണ് തനിക്ക് തൻ്റെ ബുദ്ധിക്ക് നല്ലത് എന്ന്. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അർജുനൻ അത് അനുസരിക്കും. കാക്കയെ കണ്ടിട്ട് പരുന്താന്ന് പറഞ്ഞാലും കൃഷ്ണൻ പറയും ശരി കൃഷ്ണ, കാരണം അതിനെ ഉടനെ പരുന്താക്കി കാക്കയാക്കി മാറ്റാൻ കഴിവുള്ള ആളാണ് തൻ്റെ അടുക്കൽ നിൽക്കുന്നതെന്നുള്ള ബോധ്യമുണ്ട്. നേരെ മറിച്ച് ധർമ്മപുത്രനാണെങ്കിലോ അവിടെ നിന്ന് തർക്കിക്കും, കൃഷ്ണനോടാണെങ്കിലും അത് കാക്കയാണ്. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം, ആ ധർമാധർമ്മ ഭേദം. ഭഗവാന്റെ അടുക്കലെത്തുമ്പോൾ ധർമ്മം പോലുമില്ല. അതായത് അഗ്നിയുടെ അടുക്കലെത്തുന്ന ഏത് വസ്തുവും ചാമ്പലാകുന്ന പോലെ ഭഗവാന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഇതൊന്നും ഇല്ലാതെയാകും. എന്താണെങ്കിലും ഭഗവാന് സന്തോഷമായി ഗോപികമാർ പറഞ്ഞത് കേട്ടിട്ട്. അപ്പോൾ അവരെയും കൊണ്ട് നേരെ ആ യമുനാ തീരത്തേക്ക് പോയി
അവിടെ ഉത്തരിയെല്ലാം വിരിച്ച് എല്ലാവരും അവിടെ ഭഗവാന്റെ ചുറ്റിലും ഇരുന്നു. ഭഗവാൻ നല്ല നല്ല വർത്തമാനങ്ങളെ കൊണ്ടും നല്ല ശൃംഗാര രസപ്രദമായിട്ടുള്ള നോട്ടങ്ങളെ കൊണ്ടും ഒക്കെ അവരെ വളരെയധികം ആനന്ദിപ്പിച്ചു. അങ്ങനെ കുറേ സമയമൊക്കെ കഴിച്ചുകൂട്ടി. കുറേ ക്രീഡകളൊക്കെ ചെയ്തപ്പോഴേക്കും ഇവരുടെ മനസ്സിൽ സൂക്ഷ്മമായിട്ട് ചെറിയ അഹങ്കാരമുണ്ടാകാൻ തുടങ്ങി. ഇത് സൂക്ഷ്മമായിട്ടാണ് വരുന്നത്. എന്തും സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം കൂടുതൽ. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അതിപ്പം ഞാൻ അയാളെപ്പറ്റി മോശമായിട്ട് വിചാരിച്ചു, ഞാനത് അയാളോട് പറഞ്ഞൊന്നുമില്ലല്ലോ, മനസ്സിൽ ചിന്തിച്ചല്ലേ ഉള്ളൂ. അതാണ് കൂടുതൽ ദോഷം. സൂക്ഷ്മമായിട്ട് പോകുന്തോറും അതിൻ്റെ ദോഷം കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? സൂക്ഷ്മമായിട്ട് ഇവരുടെ മനസ്സിൽ ഒരു അഹങ്കാരം ഉണ്ടായി. എന്താണ്? ഭഗവാൻ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള ഭാവം. അപ്പോൾ പിന്നെ ഭഗവാൻ അടുത്ത് കാണുമോ? ഭഗവാന്റെ അടുത്തിരിക്കണമെങ്കിൽ അതുമില്ലാതെ ഇരിക്കണം. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ദശമസ്കന്ധമാണ്. ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നിരോധമാണ്. നിരോധം എന്ന് പറഞ്ഞാൽ തടസ്സം. ഭഗവാനിലേക്ക് അടുക്കാൻ തടസ്സം നിൽക്കുന്ന വസ്തുക്കൾ എന്തൊക്കെ? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അഹങ്കാരമാണ്. അതിൻ്റെ ഭാവങ്ങളോ എന്തൊക്കെ ടൈപ്പിലാണ് വരുന്നതല്ലേ അഹങ്കാരം. കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികളെല്ലാം ഇതിൻ്റെ വകതിരിവുകളാണ്. അത് പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഈ അഹങ്കാരത്തിനെ എങ്ങനെ മാറ്റാം? അതുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ ചേർത്തിരിക്കുന്നത് ദശമസ്കന്ധത്തിൽ. അപ്പം കൃത്യമായിട്ട് ആ ഒരു അഹങ്കാരം ഉണ്ടായപ്പോൾ എന്താണ്? ഭഗവാൻ വേഗം അപ്രത്യക്ഷനായി. അതോടുകൂടി ഗോപികമാരുടെ അവസ്ഥ മനസ്സിലാക്കാമല്ലോ. ഭഗവാനെ വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങി, ഭൂമിയിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി, നിലവിളിച്ച് ഓടാൻ തുടങ്ങി. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നറിയില്ല. അത്രമാത്രം സ്ഥലങ്ങളിൽ ഭഗവാനെ അന്വേഷിച്ച് നടന്നു. ഭഗവാനോ ഇതിൽ അഹങ്കാരം ഇല്ലാതിരുന്ന ഒരു ഗോപിയുടെ കൂടെ അങ്ങ് അപ്രത്യക്ഷനായി എന്നാണ് പറയുക. ആചാര്യന്മാർ പറയുന്നു അത് രാധാദേവിയാണ്. ആ രാധാദേവിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രാധ എന്നുള്ള പേര് തിരിച്ചിട്ടാൽ ധര എന്നാണ് അല്ലേ? ധര എന്നതിൻ്റെ അർത്ഥം പ്രകൃതി എന്നുകൂടിയുണ്ട്. അപ്പോൾ രാധ എന്നതിന് പ്രകൃതി എന്നുകൂടിയുണ്ട്. ധാരയായി, ധര എന്താണ്? ധാരയായി ഭഗവാനെ പറ്റി സ്മരിക്കാനുള്ള ഒരു വക തരുന്നത്. അതാണ് ശരിക്ക് ഈ ധര, രാധ എന്നൊക്കെ അർത്ഥം. അപ്പം എന്താണ്? ഭഗവാൻ അഹങ്കാരം ഒന്നും തീണ്ടിയിട്ടില്ലാത്ത ആ രാധാദേവിയോട് കൂടി അപ്രത്യക്ഷമായി. അവർ വളരെയധികം മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ ചെലവഴിച്ചു. ഭഗവാന് രാധാദേവിയെ വളരെയധികം സന്തോഷിപ്പിച്ചു. ആ മുടിയിൽ നല്ല മുല്ലപ്പൂ മാലയൊക്കെ ചാർത്തിക്കൊടുത്തും നല്ല നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞും മടിയിലൊക്കെ കിടത്തിയും എല്ലാം സന്തോഷിപ്പിച്ചു. ഇത്രയൊക്കെ ആയപ്പോൾ രാധാദേവിയുടെ മനസ്സിലും ചെറിയ ഒരു അഹങ്കാരം പൊന്തി. അപ്പോൾ താനാണല്ലോ ബാക്കി എല്ലാവരെയും വിട്ടിട്ട് കൂടെ വന്നത്, തന്നെയാണല്ലോ ബാക്കി എല്ലാവരെയും വിട്ടിട്ട് കൂടെ കൊണ്ടുവന്നത് എന്നുള്ള ഒരു സൂക്ഷ്മമായിട്ടുള്ള അഹങ്കാരം. അപ്പോൾ രാധാദേവി എന്തു പറഞ്ഞു? അതെ, എൻ്റെ കൈയും കാലും ഒക്കെ നല്ലപോലെ വേദനിക്കുന്നുണ്ട്, ശരീരം ആസകലം വേദനയാണ്. കൃഷ്ണ, ഇനി കൃഷ്ണൻ്റെ കൂടെ ഞാൻ വരണമെങ്കിൽ എന്നെ കൃഷ്ണൻ ചുമലിലെടുക്കണം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ ചുമലിലെടുക്കാം. രാധാദേവി ചുമലിൽ കയറാൻ തുടങ്ങിയോടുകൂടി ഭഗവാൻ കാണാനില്ല. ഭഗവാൻ അപ്രത്യക്ഷനായി. അതോടുകൂടി ഭഗവാനെ ഓർത്ത് നിലവിളിച്ച് രാധാദേവി മോഹാലസ്യപ്പെട്ട് വീണു. അപ്പോഴാണ് ഈ ഗോപികമാർ മുഴുവൻ നിലവിളിച്ചു കൊണ്ടുവരുന്നത്. ഗോപികമാർ നിലവിളിച്ച് വരുമ്പോഴാണ് ദേ ഇവിടെ ഒരു ഗോപി ബോധം കെട്ട് കിടക്കുന്നു. ശുശ്രൂഷിച്ച് ബോധമൊക്കെ വരുത്തി. അപ്പോൾ രാധാദേവി ആ ഗോപി പറയുന്ന ഒരു തത്വമുണ്ട്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, സ്വപ്രയത്നം കൊണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാനെ ലഭിക്കില്ല. എന്തു വേണം? ആ ഭഗവാന്റെ കാരുണ്യം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ ലഭിക്കൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇവരെന്ത് ചെയ്തു? എല്ലാവരുമായിട്ട് അവിടെയുള്ള എല്ലാത്തിനോടും അന്വേഷിച്ച് നടക്കുകയാണ്. ഭൂമിദേവിയോട് ചോദിക്കുകയാണ്, നീ ഇത്ര പുളകം കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ വരാഹമൂർത്തി നിന്നെ ആലിംഗനം ചെയ്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിലോ ശ്രീകൃഷ്ണൻ്റെ പാദരേണുക്കൾ, ആ പാദം നിന്നിൽ സ്പർശിച്ചതുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഈ വഴിക്ക് വല്ലതും പോയിട്ടുണ്ടോ? മരങ്ങളോടും സസ്യങ്ങളോടും മൃഗങ്ങളോടും എല്ലാം ചോദിക്കുകയാണ്. ഇവയ്ക്കൊന്നും തിരിച്ച് സംസാരിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ള ചിന്ത പോലും വരുന്നില്ല. അവരത്രമാത്രം ഭ്രമിച്ച ഒരു അവസ്ഥയിലാണ്. വളരെ വിഷമത്തിൽ അവർ ബ്രഹ്മദേവനോടൊക്കെ പറയുകയാണ്, ബ്രഹ്മദേവ, അങ്ങ് എപ്പോഴും പറയുന്നില്ലേ
സകല ലോക ജനങ്ങളുടെയും ഹിതത്തിനായിട്ട് ആ ഒരു നന്മ വരുത്താനായിട്ടാണ് ഭഗവാൻ അവതാരം എടുത്തതെന്ന്. ഇനി അങ്ങിത് പറയരുത്. കാരണം എന്താണ്? ഇപ്പം ഞങ്ങൾക്ക് നല്ലതല്ല വന്നിരിക്കുന്നത്, ഞങ്ങളെ ദുഃഖിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് ശരിയാണോ? അങ്ങ് ഈ പറയുന്ന ഒട്ടും ശരിയല്ല. അത് കഴിഞ്ഞ് പറയുകയാണ്, ഈ ദേവന്മാരുടെ അമൃതൊക്കെ എത്ര നിസ്സാരമാണ്. ദേവന്മാരുടെ അമൃത് കഴിച്ചാൽ എന്താണ്? മരണം ഉണ്ടാവില്ല അല്ലേ? പക്ഷെ ഭഗവാന്റെ അടുക്കൽ മരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെന്നും സുഖമായിരിക്കണം എന്നുണ്ടോ? അസുഖങ്ങൾ വരാം, നരകിച്ച് കിടക്കാം, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, ജീവൻ മാത്രം അവിടെ നിലനിൽക്കും. അപ്പോൾ ഈ അമൃത് കിട്ടാൻ ആഗ്രഹിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം അല്ലേ? ഇപ്പം നമ്മൾ ഭഗവാനോട് ചോദിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചു വേണമെന്ന് പറയുകയാണ്. പക്ഷേ അങ്ങേ കിട്ടിയാലോ ഈ സംസാര ചക്രത്തിൽ നിന്ന് തന്നെ രക്ഷ നേടാം, ജനന മരണമാകുന്ന ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് ഈ ദേവന്മാരുടെ അമൃതിനേക്കാൾ എത്രമാത്രം നല്ലതാണ് അങ്ങയുടെ ഈ സാമീപ്യം. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ചെറിയ അഹങ്കാരം വന്നെങ്കിൽ പോലും, അപ്പം മനസ്സിലായി കാര്യം എന്താണെന്ന്, ഞങ്ങൾക്ക് ചെറിയൊരു അഹങ്കാരം വന്നാൽ പോലും ഒന്ന് ആ കടക്കണ്ണുകൊണ്ട് ഞങ്ങളെ ഒന്ന് നോക്കിയാൽ പോരെ, അപ്പം തന്നെ ഞങ്ങളുടെ അഹങ്കാരമെല്ലാം ഇല്ലാതെയാകും. എന്നിട്ടും കൃഷ്ണ ഇതൊന്നും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നിലവിളിച്ച് ഇവരുടെ ശബ്ദമൊക്കെ പോകാൻ തുടങ്ങി. പക്ഷേ ജീവൻ തന്നെ പോകുമോ എന്നുള്ള അവസ്ഥയിലായി. പക്ഷെ അവർ ചിന്തിച്ചു ഇങ്ങനെ പോയാൽ ഇവരുടെ ജീവൻ പോകും. പക്ഷെ ജീവൻ പോയാൽ ശരിയാവോ? കുറച്ച് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ദർശനം എങ്ങാനും കിട്ടാൻ സാധ്യത വന്നാലോ? അപ്പം ജീവൻ നിലനിർത്തണം. അപ്പം ജീവൻ നിലനിർത്തണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ ആലോചിച്ചപ്പോൾ അവർ തീരുമാനിച്ചു, നമ്മൾ തന്നെ കൃഷ്ണനായിട്ട് മാറുക. നമ്മുടെ ഉള്ളിലെ വെറുതെ എന്തിനാ ഇങ്ങനെ കസ്തൂരിമാനെ പോലെ തേടി തേടി നടക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ തന്നെ അങ്ങ് മനസ്സിലാക്കുക. അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും വലിയ ഒരു ശ്രുതിവാക്യം, വേദവാക്യമാണ് അവർ ജീവിതത്തിൽ പ്രാവർത്തിയാക്കിയത് അല്ലേ? ഭഗവാൻ എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ. അത് നീ തന്നെയാകുന്നു എന്ന് പറയുന്ന ആ വളരെ വലിയൊരു വേദവാക്യം അറിഞ്ഞോ അറിയാതെ ഉൾക്കൊണ്ട് അവരെന്ത് ചെയ്തു? ഭഗവാന്റെ ലീലകൾ ആടാൻ തുടങ്ങി. അപ്പം എങ്ങനെയാ? പൂതനാമോക്ഷം ആടുകയാണെങ്കിൽ ഒരു ഗോപി പൂതനയാകും, ഒരു ഗോപി കൃഷ്ണനാകും. ശകടാസുരവധാണെങ്കിൽ ശകടാസുരനും കൃഷ്ണനും, തൃണാവർത്തനും കൃഷ്ണനും, ഇങ്ങനെ ഈ ലീലകളൊക്കെ ആടാൻ തുടങ്ങി. ഇവർക്കാണെങ്കിലോ കാണികളൊന്നും വേണ്ട. നമുക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ അല്ലേ, നല്ലതായിട്ട് അഭിനയിക്കുന്ന ഒരാൾക്ക്, ഒരു നടന് കുറച്ചാണെങ്കിലും കാണികളുണ്ടാവണ്ടേ, എന്നാലല്ലേ ഒരു അഭിനയിക്കുന്നതിന് ഒരു രസം ഉണ്ടാവും. ഇവർക്ക് യഥാർത്ഥ ഭക്തിയാണ്. ഇവർക്ക് കാണികളൊന്നും വേണ്ട. ഇവരെന്താണ്? ഇവർ തന്നെയാണ് അഭിനയിക്കുന്നതും കാണികളും എല്ലാം ഇവർ തന്നെയാണ്. ആരോടും ഇവർക്ക് ഒരു പരാതിയില്ല. അപ്പോൾ ഇവരിങ്ങനെ ഭഗവാന്റെ ലീലകളെല്ലാം അഭിനയിക്കുകയാണ്. പക്ഷേ അത് അഭിനയിച്ച് കഴിഞ്ഞിട്ടും അവർക്ക് ആ തൃപ്തി വരുന്നില്ല. അവസാനം അവർ ആർത്തലച്ച് നിലവിളിക്കുകയാണ്. ആ നിലവിളിയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭാഗവതത്തിലെ ഗോപികാഗീതം. 19 ശ്ലോകം, 81,000 ശ്ലോകങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വിലാപകാവ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 19 ഗോപികമാർ പറയുന്നത് പോലെ എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട്. ജയതിഥേധികം ജന്മനാവൃജ എന്നുള്ള ആ ശ്ലോകത്തിൽ തുടങ്ങുന്നത് വളരെ ആഴത്തിലുള്ള വേദതത്വങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നിത്യസത്യം എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ഭേദബുദ്ധി ഉണ്ടെങ്കിൽ ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല എന്നുള്ള ആ പരമമായിട്ടുള്ള തത്വം വേണമെങ്കിൽ നമുക്കിതിനെ ഒരു വേദാന്ത പ്രകരണ ഗ്രന്ഥമെന്നോ അല്ലെങ്കിൽ ഭക്തിശാസ്ത്രമെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ഉപനിഷത്തോ എന്ന് വരെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ആഴത്തിലുള്ള ഉപനിഷത്ത് തത്വങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഗോപികമാരുടെ നിലവിളിയാണ് ഗോപികാഗീതം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗോപി എന്ന് പറഞ്ഞാൽ ആരാണ്? വെറും ഒരു സ്ത്രീ എന്നുള്ള തലത്തിലാണോ നമ്മൾ എടുക്കേണ്ടത്? ഗോ എന്ന വാക്കിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അർത്ഥം ഇന്ദ്രിയങ്ങൾ എന്നാണ്. പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദിയിൽ പറയില്ലേ, പി പാനം ചെയ്യുക എന്നുള്ള അർത്ഥം തന്നെ. അപ്പോൾ സകല ഇന്ദ്രിയങ്ങളിലൂടെയും ഭഗവാനെ പാനം ചെയ്യുന്നവരാണ് ഗോപികമാർ. അവർക്ക് എപ്പോഴും എന്തേ ഉള്ളൂ? ഭഗവാനെ പറ്റി വിചാരമുള്ളൂ അല്ലേ? രുക്മിണി ദേവി ദ്രൗപദി ദേവിയുടെ തലമുടി കോതിക്കൊണ്ടിരിക്കുമ്പോൾ തലമുടിയിൽ നിന്ന് ശ്രീകൃഷ്ണ നാമം കേട്ടു എന്നാണ് പറയുക. സകല രോമകൂപങ്ങളിലും ഭഗവത് നാമം കേട്ടു. അപ്പോൾ അതുപോലെ തന്നെയാണ് സകല ഇന്ദ്രിയങ്ങളിലൂടെയും ഇവർ ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരുന്നു.
എന്നിട്ട് ആചാര്യന്മാർ പറയുന്നു 4 തരത്തിലുള്ള ഗോപികമാരാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? ഒന്ന് പറഞ്ഞിരിക്കുന്നത് വേദചരി എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഗോപികമാർ. വേദചരി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഗോപികമാരുടെ രൂപമെടുത്ത് ഇവിടെ വന്നു ഭഗവാന്റെ കൂടെ ഈ ലീല ആടുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ആചാര്യന്മാർ പറയുന്നു ഋഷിചരി. ഋഷിചരി എന്താണെന്ന് വെച്ചാൽ ദണ്ഡകാരണ്യത്തിലെ സന്യാസിമാരാണ് എന്നാണ് പറയുന്നത്. ഈ ദണ്ഡകാരണ്യത്തിലെ സന്യാസിമാർ അവിടെ ഇരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഈ ഋഷിമാർക്കെല്ലാം ഭഗവാനോട് അത്യധികമായിട്ടുള്ള പ്രേമം തോന്നി. പക്ഷേ അവിടെ ഭഗവാൻ എന്താണ്, ആ തന്നിലേക്ക് ഒന്നാകാനായി സ്വീകരിച്ചത് ഒരേ ഒരാളെയാണ്, സീതാദേവി. ബാക്കി ആരെയും ആ ജീവാത്മാ പരമാത്മാ ഐക്യത്തിലേക്ക് സ്വീകരിച്ചില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ ദണ്ഡകാര്യത്തിലെ ഋഷീശ്വരന്മാരാണ് അടുത്ത ജന്മത്തിൽ ഈ ഗോപികമാരായിട്ട് ജനിച്ചത് എന്ന് പറയുകയാണ്. അടുത്തതാണ് ദേവചരി. കുറേ ദേവന്മാർ ഈ രാസലീലയിൽ പങ്കെടുക്കാനായിട്ട് എത്തി. അടുത്തത് പറയുകയാണ് നിത്യസിദ്ധ എന്ന് പറയുന്നത്. അത് രാധാദേവിയാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്ന വ്യാഖ്യാനം. ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള ആളുകളാണ് രാസക്രീഡയിൽ പങ്കെടുത്തത്. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കണം, എത്രമാത്രം ഉയർന്ന ആത്മബോധമുള്ളവരാണ്, വെറും സാധാരണക്കാരല്ല. സാധാരണക്കാർക്ക് ഭഗവാന്റെ അടുക്കലേക്ക് ഇങ്ങനെ എത്താൻ പറ്റുമോ? അങ്ങനെയുള്ളവരാണ് ഈ രാസക്രീഡയിൽ പങ്കെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണെങ്കിലും ഈ ഗോപികമാരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ നിലവിളിയിൽ സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ, ആ മന്മഥരൂപിയായിട്ടുള്ള ഭഗവാൻ 100 കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി ആ മന്മഥ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. എന്തിനാണ് ഇങ്ങനെയൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത്? ആചാര്യന്മാർ വളരെ രസകരമായിട്ടുള്ള ഒരു ചരിതം പറയും. നമുക്കെല്ലാവർക്കും പ്രദോഷ സന്ധ്യ അറിയാം അല്ലേ? പ്രദോഷ സന്ധ്യയിൽ ഭഗവാൻ പാർവതീദേവിയെ പീഠത്തിലിരുത്തി ആ 33 കോടി ദേവന്മാരും സന്നിഹിതരായിരിക്കുന്ന സമയത്ത് നടരാജ നൃത്തം ചെയ്യും. ഇങ്ങനെയാണ് പൊതുവെ പറയാറുള്ളത്. ആ സമയത്ത് ദേവേന്ദ്രൻ മൃദംഗം വായിക്കും, നാരദര് തമ്പുരുവും ഇട്ടും, ഇങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്ത് മഹാവിഷ്ണുവും ബ്രഹ്മാവും എല്ലാവരും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പം അങ്ങനെ സന്നിഹിതരായിരിക്കുന്ന ഒരു പ്രദോഷ സന്ധ്യയിൽ കാമദേവനും അവിടെ സന്നിഹിതനായിട്ടുണ്ട്. കാമദേവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരീരമില്ല കാമദേവൻ. അപ്പോൾ ഈ പ്രദോഷ നൃത്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാമദേവൻ ചെറുതായിട്ടൊന്ന് വിഷ്ണുവിനെ നോക്കി. കാമൻ്റെ നോട്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? നമുക്കെല്ലാവർക്കും കാമത്തിൻ്റെ നോട്ടം വരും. ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ വസ്തുവിനോടാണ് കാമം വരിക? നമുക്കൊക്കെ ഈ കാമത്തിൻ്റെ നോട്ടം ഉണ്ടാവും. അപ്പോൾ വിഷ്ണുവിനെ കാമരൂപത്തിലൊന്ന് നോക്കി. ശരീരമൊന്നും ഇല്ലെങ്കിലും ആ നോട്ടമുണ്ട്. അപ്പോൾ വിഷ്ണു വിചാരിച്ചു, എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? കാമദേവൻ എന്തിനാണ് എന്നെ നോക്കുന്നത്? അപ്പോൾ ഉടനെ കാമദേവനോട് പോയി കാമദേവൻ മഹാവിഷ്ണുവിനോട് പറയുകയാണ്, അതെ, അങ്ങയെ ജഗന്നിവാസെന്നും ഈ ത്രിലോകത്തിൻ്റെ അധിപൻ എന്നൊക്കെയല്ലേ എല്ലാവരും പറയുന്നത്. ത്രിലോകത്തിൻ്റെ അധിപൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരാളെ പോലും ഒഴിവാക്കാതെ എല്ലാവരെയും കീഴ്പ്പെടുത്തണം അല്ലേ? കാര്യം പറഞ്ഞാൽ ഈ ശിവൻ എന്ന് പറയുന്ന ആൾ എന്നെ കരിച്ചൊക്കെ കളഞ്ഞതാ, ഭസ്മമാക്കിയതാ. പക്ഷേ എന്നെ കീഴ്പ്പെടുത്തിയിട്ടൊന്നുമില്ല. നോക്കിക്കേ, പാർവതീദേവിയുടെ കൂടെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങും എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. എന്നെയും കൂടെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ അങ്ങേക്ക് ആ ജഗതോദ്ധാരകൻ അല്ലെങ്കിൽ ജഗത് പരിപാലകൻ, ത്രിലോകത്തിൻ്റെയും അധിപൻ എന്ന് അവകാശപ്പെടാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്ത് വിചാരിച്ചു? ബ്രഹ്മാവിനെയും ദേവന്മാരെ എല്ലാം വല്ലതായിട്ട് കാണിച്ചു. ഇനിയിപ്പോൾ എന്താണ്, കാമദേവനെ കൂടി ഒന്ന് പരാജയപ്പെടുത്തിയേക്കാം, അതും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് മന്മഥ എന്നുള്ള ഒരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? കാമദേവൻ പോലും തൻ്റെ അടുക്കൽ നിസാരനാണ്, കാമത്തിന് തൻ്റെ അടുക്കലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഗോപികമാരെല്ലാവരും ഭഗവാന്റെ അടുക്കലേക്ക് വന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും അവർക്കുണ്ടായ സന്തോഷം
അതിരില്ല. അവർക്ക് എന്തൊക്കെ ചെയ്യണമെന്നറിയില്ല. വെപ്രാളത്തിലും ആവേശത്തിലും അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടി. കുറേ പേര് ഭഗവാന്റെ തോളിൽ കൈവച്ചു, കുറേ പേര് കയ്യിൽ പിടിച്ചു വലിച്ചു, കുറേ പേര് ഭഗവാനെ തൊട്ട് തലയിൽ വെച്ചു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആവേശമൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമുക്കെല്ലാവർക്കും കാളിന്തി തീരത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കാളിന്തി തീരത്തേക്ക് പോയി ഉത്തരീയെല്ലാം വിരിച്ച് അവിടെ ഇരുന്നപ്പോൾ ഈ ഗോപികമാർ ഒരു സംശയം ചോദിച്ചു. അതായത്, ഭഗവാനെ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ചിലർ തന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നു, ചിലരോ തന്നെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നു, ചിലരോ ആരെയും സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഇതിലേതാണ് ശ്രേഷ്ഠം? ഭഗവാൻ അപ്പോഴേ ചോദ്യം മനസ്സിലായി. കാരണം എന്താ? ഇവരൊക്കെ ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് ഭഗവാൻ എന്താ ഞങ്ങളെ സ്നേഹിക്കാത്തതെന്നൊക്കെ ആയിരിക്കാം ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആര് തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഉദ്ദേശശുദ്ധിക്കാണ്, എന്തെങ്കിലും കാര്യസാധ്യത്തിനോ നേടാനോ വേണ്ടിയിട്ടാണ് രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കുന്നത്. ഇനി തന്നെ സ്നേഹിക്കാത്ത ഒരാളെ സ്നേഹിക്കുക, ഇച്ചിരി പാടല്ലേ? നമ്മളെ സ്നേഹിക്കാത്ത ഒരാളെ സ്നേഹിക്കുക, അങ്ങനെ ഒരു സ്നേഹമുണ്ട്. അച്ഛൻ മകനെ സ്നേഹിക്കുന്ന അങ്ങനെയാണെന്നാണ് പറയുന്നത് പലപ്പോഴും. പക്ഷേ ഇത് തന്നെ രണ്ട് ഭാവമുണ്ട്. തന്നെ സ്നേഹിക്കാത്ത ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതിന് രണ്ട് തലമുണ്ട്. ഒന്നുകിൽ അദ്ദേഹം ഒരു പരമാത്മാവ്, പരമജ്ഞാനി ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം കൃതജ്ഞനായിരിക്കണം. ശരിയല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വെറുക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് കൃതജ്ഞതയുടെ പര്യായമാണ്. ഇനിയോ, അപ്പോൾ നമ്മളെ വെറുക്കുന്നവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതാ വലിയ ജ്ഞാനഭാവത്തിലെത്തണം. എന്താണെങ്കിലും ഭഗവാൻ പറയുക, ഞാൻ ഈ ഒരു കാറ്റഗറിയിലും പെടുന്നില്ല, ഇതൊന്നും ഭേദബുദ്ധി എൻ്റെ കാര്യത്തിൽ ഇല്ല. അപ്പം അതുകൊണ്ട് ചിത്തശുദ്ധി മാത്രമാണ് എൻ്റെ അടുക്കലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുകയാണ്. കാര്യങ്ങളെല്ലാം ഗോപികമാരെ പറഞ്ഞ് മനസ്സിലാക്കി അതോടുകൂടി ആ പൂർണ്ണചന്ദ്രപ്രഭയിലെ ഭഗവാൻ രാസലീലയ്ക്കുള്ള ആ അരങ്ങെല്ലാം ഒരുക്കി. ആ രാസമണ്ഡലം തന്നെ ഒരുങ്ങി ബ്രഹ്മാദി ദേവന്മാരെല്ലാം ആകാശത്തിൽ വന്ന് നിന്നു. ഭഗവാൻ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ചില ആചാര്യന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. ചില ആചാര്യന്മാർ പറയുന്നു, കൃഷ്ണൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ആ കൃഷ്ണൻ നടുവിലാണ് നിന്നിരുന്നത്. പിന്നെയോ ഗോപികമാരെല്ലാം വട്ടത്തിൽ നിന്നു. നമ്മളെങ്ങനെയാണ് വായിക്കാറുള്ളത്? ഒരു ഗോപിക്ക് ഒരു കൃഷ്ണൻ, ഒരു ഗോപിക്ക് ഒരു കൃഷ്ണൻ, അങ്ങനെ മണ്ഡലാകൃതിയിൽ നിന്നു എന്ന്. പക്ഷേ ചില ആചാര്യന്മാർ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ നടുവിലേ നിന്നുള്ളൂ. പിന്നെയോ ഈ നിർവികൽപ്പ സമാധി അവസ്ഥയിലെത്തുമ്പോൾ അദ്വൈത അവസ്ഥയാണ്. അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗോപിയെ ആരായിട്ടാണ് കാണുന്നത്? ഇപ്പുറത്ത് നിൽക്കുന്ന ഗോപി കൃഷ്ണനായിട്ടാണ് കാണുക. അപ്പോൾ അടുത്ത ഗോപിയോ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗോപിയെ കൃഷ്ണനായിട്ട് കാണും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. നമ്മൾ ഈ ഗ്ലാസ് ഹൗസിലൊക്കെ പോയാൽ എങ്ങനെ ഇരിക്കും? കണ്ണാടി ഇതിൽ ഇങ്ങനെ 100 പീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി ചെന്നാൽ നമ്മളെ 100ആയിട്ട് കാണും. നമ്മൾ കൈ പൊക്കിയാൽ പൊക്കും, നമ്മൾ ചാടിയാൽ ചാടി, എന്തൊക്കെ ചെയ്തോ അതുപോലെ. ഇതേ അവസ്ഥയാണ് എന്ന് പറയുകയാണ് അവിടെയും. അപ്പം അങ്ങനെ ആ ഗോപീമണ്ഡലം ഒരുങ്ങി താളങ്ങളെല്ലാം മുറുകാൻ തുടങ്ങി. അതോടുകൂടി ആ നൃത്തം അവിടെ തുടങ്ങി. ഭഗവാന്റെ ചുമലിൽ കൈവച്ചും ഇരുന്നും പൊങ്ങിയും ചാടിയും എല്ലാമുള്ള അതിമനോഹരമായിട്ടുള്ള നൃത്തം. വാദ്യങ്ങളുടെ മുഴക്കം, ഇവരുടെ ചിലങ്കകൾ, വളകൾ എല്ലാം മുഴങ്ങുന്ന ശബ്ദം. ഇത് കണ്ടതോടുകൂടി ആ ദേവന്മാർക്കും ദേവസ്ത്രീകൾക്കൊക്കെ സഹിക്കാൻ പറ്റിയില്ലെന്നാണ് പറയുക. കാരണം അതിലൊന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ലല്ലോ. ചിത്തശുദ്ധി ഉണ്ടെങ്കിലേ ഭഗവാന്റെ അടുക്കലേക്ക് എത്താൻ സാധിക്കൂ. ആകാശത്തുനിന്ന് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. ഭഗവാൻ ഇവരെ എല്ലാം വളരെയധികം സന്തോഷിപ്പിച്ചു. ധാരാളം സമയം അവരോടുകൂടി കേളികളാടി. അതോടുകൂടി ഗോപികമാർ ക്ഷീണിച്ചു, വേർത്ത് കുളിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഓരോ ഗോപിയുടെയും നെറ്റിത്തടമെല്ലാം ആ വിയർപ്പ് കണങ്ങളെല്ലാം തുടച്ചു കൊടുത്തു. അതിനുശേഷം ജലക്രീഡയ്ക്കായിട്ട് പോയി. ജലക്രീഡ ചെയ്ത് വനത്തിൽ പോയി വനക്രീഡയൊക്കെ ചെയ്ത് അവരുമായിട്ട് ആ സമയം മുഴുവൻ ചെലവഴിച്ചു എന്ന് പറയുകയാണ്, വളരെ സന്തോഷകരമായിട്ട്. അപ്പോഴേക്ക് എത്രയായി? നേരം വെളുക്കാറായി. എല്ലാ ഗോപികമാരും ദ്വൈതഭാവത്തിലേക്ക് തിരിച്ചെത്തി. ദ്വൈതഭാവത്തിലേക്ക് എത്തിയപ്പോൾ ആ ജീവൻ തിരിച്ച്, ജീവൻ എന്ന് പറയുന്നില്ല, ശരീരം എന്താണ്, വീണ്ടും കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ, ഗൃഹത്തിലെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിയത്
നിങ്ങൾക്ക് ഈ ചിത്തശുദ്ധി ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് ആ ഭക്തി ഉള്ളതുകൊണ്ടാണ്. ഭഗവാൻ എന്താണ് ശരിക്കും വേണ്ടത്? ഭഗവാന് ഭക്തനെ അല്ല വേണ്ടത്, ഭഗവാന് വേണ്ടത് ഭക്തിയാണ് ശരിക്കും പറഞ്ഞാലും. അതുകൊണ്ടാണ് നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നുണ്ട്, സാത്വസ്മിൻ പരമപ്രേമരൂപ എന്നാണ് പറയുന്നത്. ഭക്തിയുടെ ലക്ഷണം എങ്ങനെയാണ്? പരമപ്രേമമാണ് ഭക്തിയുടെ ലക്ഷണം. അപ്പം ഇങ്ങനെ ഇതെല്ലാം ആ രാസലീലയെല്ലാം നടത്തി ഭഗവാൻ താൻ കൊടുത്ത വാക്ക് പാലിച്ചു. അപ്പം ഇതെല്ലാം ആരോട് പറയുകയാണ്? ശ്രീശുകൻ പരീക്ഷിത്തിനോട് പറയുകയാണ്. അപ്പം ഇതെല്ലാം കേട്ടപ്പോൾ പരീക്ഷിത്ത് ഒരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം പരീക്ഷിത്ത് നമുക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ, മറ്റ് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്, പരീക്ഷത്തിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കരുത്. അല്ല, ഈ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് ബ്രഹ്മദേവനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്ന ഈ ഭഗവാൻ ഈ പരതാരങ്ങളെ ഇങ്ങനെ സ്പർശിക്കുന്നതൊക്കെ ശരിയാണോ? മറ്റുള്ള ഗോപന്മാരുടെ ഭാര്യമാരും ഒക്കെ ആയിട്ട് കൂടി ഇങ്ങനെ ആ ഒരു ക്രീഡകളിൽ ആടുന്നത് ശരിയാണോ എന്ന്. അപ്പം ശ്രീശുകൻ പറഞ്ഞു, ഭഗവാന് പരതാര സ്പർശജന്യ പാപം ഇല്ല, ഭഗവാന് ഭേദബുദ്ധി ഇല്ല, ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം, ഭഗവാന്റെ രൂപം തന്നെയാണ് ഇതെല്ലാം. എത്ര ഗോപികമാരുണ്ടെന്നാണ് പറയുന്നത്? അർബുദം ശതകോടി എന്നാണ് പറയുക. അർബുദം എന്ന് പറഞ്ഞാൽ 11 കോടി. അപ്പം 110 കോടി ഗോപികമാരുണ്ടായിരുന്നു എന്നാണ് പറയുക. പക്ഷെ ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കുക? ഈ ഗോപികമാരാരാണ്? ജീവനാണ്. ജീവൻ അനേകമാണ്. അപ്പം നിരവധി, അനേകം എന്നുള്ളതിനെ കാണിക്കാൻ എന്തു പറഞ്ഞു? നമ്മൾ സഹസ്രം എന്നൊക്കെ പറയുന്നത് പോലെ 110 കോടി ഉണ്ട് എന്ന് പറഞ്ഞു. ഈശ്വരൻ ഏകൻ. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, എനിക്കെല്ലാം, അവിടെ ശ്രീശുകൻ പറയുകയാണ്, ഭഗവാന് ഭേദബുദ്ധിയില്ല. ഇത് നമ്മൾ സൃഷ്ടിക്രമം നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ പറയില്ലേ, ആദിയിൽ ഈശ്വരൻ ഏകനായിരുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന് തോന്നി പലതായി വിഭജിക്കപ്പെടണം, ഏകോഹം ബഹുസ്യാം എന്ന് നമ്മൾ പറയും. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ആ തീരുമാനം, ചിന്ത ഓം എന്നുള്ള ശബ്ദത്തിലൂടെ, പ്രണവമന്ത്രത്തിലൂടെ സാക്ഷാത്കരിച്ചു. കാരണം എന്താണ്? ഒരു വൈബ്രേഷൻ, ഒരു ചലനമുണ്ടെങ്കിലേ അവിടെ സൃഷ്ടി ഉണ്ടാവൂ, അല്ലേ? മറ്റേത് ഏകമായിരുന്നു. സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ വേണം. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ പലതായിട്ട് തിരിഞ്ഞു. ആദ്യം എന്തായി? നദികളുണ്ടായി, പർവ്വതങ്ങളുണ്ടായി, അത് കഴിഞ്ഞപ്പോൾ വൃക്ഷങ്ങളുണ്ടായി, സസ്യങ്ങളുണ്ടായി, ധാന്യങ്ങളുണ്ടായി, പിന്നെ എഴയുന്നവ, പറക്കുന്നവ, നീന്തുന്നവ, ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിൽ പെട്ടതും ഉണ്ടായി. ഇതിൻ്റെ എല്ലാ അവസാനം ആരുണ്ടായി? മനുഷ്യനുണ്ടായി. എന്തുകൊണ്ട് അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇതൊന്നുമില്ലേ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. വെള്ളം ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റുമോ? പർവ്വതം ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റുമോ? ധാന്യങ്ങളില്ലെങ്കിൽ, ജന്തുക്കളില്ലെങ്കിൽ ഒന്നും നിലനിൽക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വന്നപ്പോഴോ ഇതൊക്കെ നമുക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്, അല്ലേ? നമുക്ക് തോന്നുന്നു എന്തോ ഒരു ശല്യമാണ് ഈ പന്നിയെലിയെ കൊണ്ട്, അല്ലേ? എൻ്റെ വീട്ടിൽ ഭയങ്കര ശല്യമാണ്, സത്യം പറയും. എൻ്റെ അമ്മയാണെങ്കിൽ എന്നും ഇതേ ജോലിയുള്ളൂ, എല്ലായിടത്തും ഇന്നിങ്ങനെ പന്നിയെലി തുരന്നുകൊണ്ടിരിക്കും. പക്ഷേ പറയുന്നു, ഭൂമിക്കടിയിലേക്ക് തുരന്നിറങ്ങി ആ ഭൂമിയിൽ, മണ്ണിൽ വായു സഞ്ചാരം ഉണ്ടാക്കുന്നത് പന്നിയെലിയാണ്. അപ്പോൾ എല്ലാത്തിനെ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. പക്ഷെ മനുഷ്യൻ വന്നതോടുകൂടി അഹങ്കാരം മൂത്തു. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, ഞാൻ തന്നെയാണ് അനേകമായിട്ട് പിരിഞ്ഞത്. അപ്പോൾ പിന്നെ ഭഗവാൻ അവിടെ ഭേദബുദ്ധി ഒന്നുമില്ല. പരതാര സ്പർശജന്യ പാപം ഭഗവാനില്ല. പക്ഷേ ശ്രീശുകൻ എടുത്ത് ഒരു കാര്യം പറയുന്നു, ഭഗവാൻ ചെയ്തതെല്ലാം ചെയ്യാൻ പാടില്ല. ഭഗവാൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം എന്താണ്? ഭഗവാൻ പൂർണ്ണനാണ്. ഗോപികമാരെന്താണ് പറഞ്ഞത്? ഈ ഭഗവാന്റെ ഒരു അംശമാണ് ഞങ്ങളുടെ പതിയിലും കുട്ടികളിലുമുള്ളത്. പൂർണ്ണനായിട്ടുള്ള ഭഗവാൻ ഞങ്ങളുടെ അടുത്തുള്ളപ്പോൾ പിന്നെ എന്തിന് ഞങ്ങൾ മറ്റുള്ളതിനെ ആശ്രയിക്കണം? ഭഗവാൻ പൂർണ്ണനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ അവതാരം, ശ്രീകൃഷ്ണ അവതാരം പൂർണ്ണമാണ് എന്ന് പറയുന്നതിന് കാരണം ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും മൂർത്തിയാണ്. ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളും ഭഗവാനിൽ പൂർണ്ണമാണ്. ഇപ്പം ശ്രീരാമേന്ദ്ര സ്വാമിയെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ ധർമ്മം മാത്രമേ പറയുന്നുള്ളൂ പുരുഷാർത്ഥത്തിൽ, അല്ലേ? രാമോ വിഗ്രഹവാൻ ധർമ്മ. ഈ 4 പുരുഷാർത്ഥങ്ങളും പൂർണ്ണമായിട്ടുള്ളത് ഭഗവാനിലാണ്. അങ്ങനെ ഒരാൾ മാത്രമേ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാവൂ. നേരെ മറിച്ച് ശ്രീകൃഷ്ണൻ ഇതൊക്കെ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും
നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇവിടെ ശ്രീകൃഷ്ണൻ ഇവരുമായിട്ട് രാസലീല ആടുമ്പോൾ അതേസമയം ഭാര്യമാരെല്ലാം ഗൃഹത്തിലുണ്ടായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അല്ലേ? അപ്പം അതുകൊണ്ട് ആ ഒരു തലത്തിൽ എത്തുന്നവർ മാത്രം ചെയ്യേണ്ട ക്രിയയാണ്. എന്നാൽ ഇതുപോലെ ഒരവസ്ഥ ഗോപികൾ സാധിച്ചെടുത്തു എന്നത് നമുക്കൊന്ന് മനസ്സിലാകണ്ടേ? എന്നാലല്ലേ നമുക്കും അതിനായി പരിശ്രമിക്കാൻ പറ്റൂ. അതുകൊണ്ട് ശ്രീശുകൻ പറയുന്നു, ശ്രീകൃഷ്ണൻ പറഞ്ഞത്, നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് മാത്രമേ പറയാവൂ. എന്നിട്ട് പറയുകയാണ്, വാത്സ്യായൻ്റെ കാമശാസ്ത്രത്തിനെ പോലും വെല്ലുന്ന രീതിയിലാണ് ഭഗവാൻ ലീലകളാടിയത്. ഇവിടെ കാമകേളി ആടിയെന്നല്ല. നമ്മുടെ സാധാരണ മനുഷ്യരുടെ വിചാരം സ്ത്രീ പുരുഷ സംസർഗം കൊണ്ടാണ് ഏറ്റവും വലിയ സുഖമുണ്ടാകുന്നത് എന്ന്. വിവേകാനന്ദ സ്വാമി പറയുന്നു, ഓരോ രോമകൂപത്തിൽ നിന്നും നമ്മളുടെ സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് സുഖമുണ്ടാകുന്നോ അതിൻ്റെ എത്രയോ കോടി മടങ്ങാണ് ആ ബ്രഹ്മാനന്ദം. അത് കിട്ടിയ ആൾ പിന്നെ തുച്ഛമായിട്ടുള്ള ഇതിനായിട്ട് ആഗ്രഹിക്കുമോ? അതുകൊണ്ട് വാത്സ്യായൻ്റെ കാമശാസ്ത്രമൊന്നും ഈ പരമാനന്ദത്തിൻ്റെ 7 അയൽവക്കത്ത് എത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗോപികമാരുടെ ഭക്തി വളരെ നിസ്തുലമാണ്. പക്ഷെ ഇതേ ഭക്തി ഈ ഗോപന്മാർക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? ഗോപിമാരും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഗോപന്മാർ വിചാരിച്ചത് എന്താണെന്നറിയോ? ഞങ്ങളുടെ കൂടെയൊക്കെ കളിച്ച് നടന്ന ഈ ഒരു കുട്ടിക്ക് ഗോവർദ്ധനഗിരിയൊക്കെ പൊക്കാൻ സാധിക്കുമോ? കാരണം അവർക്ക് വിശ്വാസമില്ലായിരുന്നു. നേരെ മറിച്ച് ഗോപികളുടെ ഭാവം അതല്ലായിരുന്നു. ആ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പറ്റിയത് എന്ന് പറയാം. ഈ ഗോപികമാരുടെ പ്രത്യേകതകൾ ഉദ്ധവർ പറയുന്നുണ്ട്. ഒരിക്കൽ ഉദ്ധവർ ഗോപികമാരുടെ അടുക്കൽ എത്തിയപ്പോൾ ഈ ഗോപികമാർ ആ ഭഗവാനെ തന്നെ, ഉദ്ധവർക്ക് മനസ്സിലായി ഇവരുടെ ഹൃദയ പത്മത്തിൽ ഭഗവാനാണ് വിരാജിക്കുന്നത്. അവരാ ഓരോ മണൽത്തരിയിലും ഭഗവാന്റെ പാദരേണുക്കളുണ്ടോ എന്ന് നോക്കി നോക്കി നടക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആ ഭക്തി കണ്ടപ്പോൾ ഉദ്ധവർ പറയുകയാണ്, എനിക്ക് നാരായണനെ വേണ്ട, ഭക്തന്മാരുടെ ഈ മാഹാത്മ്യം കണ്ടാൽ മതി. അപ്പോൾ ആ ഹൃദയപത്മത്തിൽ എന്നും ഭഗവാനാണ് ജ്വലിച്ചിരുന്നത്. ഈ ഒരു തലത്തിൽ വേണം അപ്പം നമ്മൾ മനസ്സിലാക്കാൻ. ഭഗവാന്റെ ആ വിരഹ ദുഃഖത്തിനിടയ്ക്ക് അവർ പറയുന്നുണ്ട്, ഭഗവാനെ ആ പാദം ഞങ്ങളുടെ മാറിലൊന്ന് അമർത്തു, ഞങ്ങളുടെ നെഞ്ചിലൊന്ന് അമർത്തു, ഞങ്ങളുടെ ആ ഒരു പീഡന മാറട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതിക അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ആ നെഞ്ച് എന്ന് പറയുന്നത് ഹൃദയമാണ്. ഈ ഹൃദയമാണ് അല്ലേ, നമ്മുടെ മനസ്സാണല്ലോ എല്ലാത്തിൻ്റെയും കാരണം. അർജുനൻ പറയുന്നത് പോലെ ചഞ്ചലം ഹി മനഃകൃഷ്ണ. ഭഗവാന്റെ പാദം ആ ഹൃദയത്തോട് സൂക്ഷ്മമായിട്ടോ സ്ഥൂലമായിട്ടോ അടുത്താൽ ആ മനസ്സ് നിശ്ചലമാകും, ചഞ്ചലമെല്ലാം പോകും. ആ ഹൃദയത്തിലാണ് ഭഗവാന്റെ പാദങ്ങൾ വേണ്ടത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ താത്വികമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ പറയുകയാണ്, ഈ അഹങ്കാരം സൂക്ഷ്മമാണ് എന്ന് പറയുമ്പോൾ ആത്മനിന്ദ പോലും വളരെ അപകടമാണ്. അതും ശരിയല്ല. എല്ലാവർക്കും അറിയാവുന്ന ചരിതമാണ്. എന്താണ്? ഭഗവാൻ ഒരിക്കൽ വളരെ വലിയ തലവേദന അനുഭവിച്ചു. അഭിനയിക്കുകയാണ്. കമ്പിളി പുതപ്പൊക്കെ ഇട്ട് കെട്ടി കണ്ണൊക്കെ ചുവന്ന് മുഖമൊക്കെ വീർത്ത് ഇരിക്കുകയാണ്. അപ്പോൾ രുക്മിണിയൊക്കെ സത്യഭാമയൊക്കെ എല്ലാ തരത്തിലുള്ള മരുന്നും ഒക്കെ കൊടുത്തു. ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ വേഗം നാരദരെ വിളിച്ചു വരുത്തി. നാരദർ പറഞ്ഞു, നമുക്ക് ഭഗവാനോട് തന്നെ ചോദിക്കാം എന്താണ് മരുന്നെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നല്ല ഭക്തരായിട്ടുള്ളവരുടെ പാദരേണുക്കൾ കിട്ടിയാൽ രക്ഷയാകും. നാരദർ ഒട്ടനെ വിട്ടു. അറിയാവുന്ന ഭക്തന്മാരുടെ ഒക്കെ അടുക്കൽ ചെന്നു. പക്ഷെ ആരും പാദരേണുക്കൾ ആ പൊടി കൊടുക്കാൻ തയ്യാറായില്ല. അയ്യോ, ഞാനതിനൊക്കെ കഴിവുള്ള ആളാണോ? എനിക്കതിനൊന്നും അർഹതയില്ല. അല്ലെങ്കിൽ എൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഭഗവാന് കൊടുക്കുകയോ എന്നൊക്കെ ഉള്ളതായിരുന്നു. അവസാനം പരാജയപ്പെട്ട് തിരിച്ച് കൃഷ്ണൻ്റെ അടുക്കലെത്തി. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, രക്ഷയില്ല, ആരുടെയും കിട്ടിയില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, ഗോപികമാരുടെ അടുക്കൽ പോയോ? അപ്പോൾ രാജ്ഞിമാർ റാണിമാരെല്ലാം കൂടെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഗോപിമാരുടെ അടുക്കലോ? ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ നാരദർക്കും കുറച്ചൊരു പുച്ഛമൊക്കെ തോന്നി. എന്നാലും ഭഗവാൻ ചോദിച്ചതല്ലേ, ഒന്ന് പോയേക്കാം എന്ന് വിചാരിച്ചു. അവിടെ പോയി ഈ കഥയൊക്കെ പറഞ്ഞു. എന്താണ്? ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. ശ്രീകൃഷ്ണൻ നല്ല തലവേദനയാണ്, ഭക്തന്മാരുടെ പാദരേണുക്കൾ വേണം. ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് നാരദയുടെ കൈ നിറച്ചങ്ങ് കൊടുത്തു. അപ്പോൾ മറ്റുള്ളിടത്ത് എന്തായിരുന്നു? ആത്മനിന്ദ. താൻ അതിനൊന്നും അർഹനല്ല. ഇതും വലിയ പ്രശ്നമാണ് എന്ന് പറയുകയാണ്. എന്താണ്? ഭഗവാന് രക്ഷയാകണം, ഭഗവാന് സുഖമാകണം.
ഈ ഒരു ചിന്ത മാത്രമേ ഈ ഗോപികമാരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പറയുകയാണ്. അപ്പോൾ ആ ഗോപികമാരുടെ നിർമ്മലമായിട്ടുള്ള ആ ഒരു പ്രേമം നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ ഒരു രാസപഞ്ചാധ്യായയുടെ ഫലശ്രുതി എന്താണ് ആചാര്യന്മാർ പറയുന്നത്? അപ്പോൾ ഈ ഫലശ്രുതിയിൽ പറയുകയാണ്, ഹൃദ്രോഗങ്ങൾ മാറും എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് പോകുന്നതാണോ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം എവിടെയാണ്? ഹൃദയത്തിനാണ് അല്ലേ? ആ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ ഇല്ലാതെയാകും. കാമത്തെ ജയിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് മന്മഥ വിജയെന്നോ കാമവിജയെന്നോ ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തിന് പേരിടാം. കാരണം കാമത്തെ പോലും ജയിച്ചതാണ് ഭഗവാൻ. അപ്പം അങ്ങനെയുള്ള ഈ ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്കും ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള കാമങ്ങളെയും ജയിക്കാൻ പറ്റും. ആ ഹൃദയത്തിൻ്റെ ചഞ്ചലിപ്പും എല്ലാ തരത്തിലുള്ള അവസ്ഥകളും നമുക്ക് മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫലശ്രുതിയോടുകൂടി ശ്രീശുകൻ ഈ ഒരു ഭാഗം സമാപിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പുരാണമായതുകൊണ്ട് കഥകൾ കേട്ട് രസിച്ചു പോകാതെ, ആചാര്യന്മാരെ നമുക്കൊക്കെ കുറച്ച് ബുദ്ധി കുറവാണ്. അപ്പോൾ വേദത്തിൻ്റെ ആശയങ്ങളെ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് പുരാണവും ഇതിഹാസവും. ഞാൻ എല്ലായ്പ്പോഴും പറയും, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് അല്ലേ? ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അവർക്കും നമുക്കും അറിയാം. നമ്മുടെ ഏതാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും മഹാഭാരത, രാമായണം, ഭഗവത്ഗീത ഇങ്ങനെ അങ്ങ് പോകും. അവസാനം ചിലപ്പോൾ നമ്മൾ വേദം എന്ന് പറയും. ഇനി അതിലുള്ളിലുള്ളത് എന്താണെന്ന് ചോദിച്ചാലോ, അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും. നമ്മൾ പറയും അത് ഈ പൂണൂലിട്ടവരെന്തൊക്കെയോ ചൊല്ലുന്ന സാധനങ്ങളൊക്കെയാണ്, ഇതാണ് നമ്മളുടെ വേദം. പൂണൂലിട്ടവർക്ക് മാത്രമുള്ളതാണെങ്കിൽ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാവില്ല. എല്ലാ ഹിന്ദുവിനും ബാധകമായിട്ടുള്ള 80-90% കർമ്മകാണ്ഡം ഗൃഹസ്ഥാശ്രമികൾക്കായിട്ടുള്ളതാണ് ഈ വേദം. ഉപാസനാകാന്ഡം സന്യാസികൾക്കൊക്കെ ഉള്ളത് 10% ഉള്ളൂ. അപ്പോൾ അതിനുള്ളിലെ ആശയങ്ങൾ സംസ്കൃതത്തിലും വളരെ ആഴത്തിലുമുള്ളതായതുകൊണ്ടും ചുരുക്കിയുള്ളതായതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നവയാണ് പുരാണവും ഇതിഹാസങ്ങളും. അപ്പോൾ കുറച്ചൊക്കെ പുരാണവും ഇതിഹാസങ്ങളും നമുക്കറിയാമെങ്കിൽ നമ്മൾ തല ഉയർത്തി പറയണം, എനിക്ക് വേദം അറിയാം, എൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഭാഗവതം എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള പുരാണത്തെയും സമീപിക്കാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വള്ളിയൂരെ ഈ മുറ്റത്ത് വളർന്നയാളാണ് ഞാൻ. വള്ളിയൂർ തിരുമേനിയുടെ കൂടെയും വള്ളിയൂർ തിരുമേനിയുടെ സപ്താഹം ഉള്ളിടത്തൊക്കെ പോയി അവസാന കാലം വരെ വള്ളിയൂർ തിരുമേനിയുടെ അനുഗ്രഹം കിട്ടിയ ആളാണ്. അവസാന കാലമാകുമ്പോൾ ഞാൻ അടുത്ത് എന്ന് ചോദിക്കും, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയും, പല വേഷത്തിൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ചുരിദാറായിരിക്കും, സാരി ആയിരിക്കും. പക്ഷെ എന്നോട് പറയും, ഈ ശബ്ദം കേട്ടാൽ എനിക്ക് മനസ്സിലാകും. അങ്ങനെ ആ ഒരു അനുഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ ഒരു വേദിയിലും എല്ലായിടത്തും ആ ഗുരുകൃപയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഭാഗവതം പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല വെൺമണി തിരുമേനിയും രാധാ തിരുമേനിയും അതുപോലെ എല്ലാ ആചാര്യന്മാരും ഈ മുന്നിൽ വന്നിരുന്ന് കേൾക്കുന്നത് അവരുടെ എത്രമാത്രം കൃപയാണ് എന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ, സജ്ജനങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമസ്തേ.